ഇതെന്താ അറിയോ? നിലക്കടല, പച്ച നിലക്കടലയാണ് കേട്ടോ, വറുത്തതല്ല. അപ്പൊ ഇതും കൊണ്ട് നിലക്കടല ചാറ്റ് മസാല നമ്മള് ബീച്ചിലൊക്കെ പോയി കഴിക്കില്ലേ? ബീച്ചിൽ പോകുമ്പോഴാണ് അത് കിട്ടാറുണ്ട്, ഞാൻ കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് അങ്ങനെയുള്ള കടല, നമ്മള് ചാറ്റ് മസാല കടല പറയും. അപ്പൊ അതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. നിലക്കടല നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. അപ്പൊ ആവശ്യത്തിനുള്ള വെള്ളം, കടലക്ക് എത്രയാണോ അത്രയുള്ള ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു 4 വിസല് അത്രേ വേണ്ടുള്ളൂ, കുക്കറിലിട്ട് വേവിച്ചെടുക്കുക. അപ്പൊ കടല വേവിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി സവാള ഒരെണ്ണം എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് അരിഞ്ഞത്, അത് ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് ചീകി എടുത്തതാണ് കേട്ടോ, അപ്പൊ ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കുക. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് ചെറുതായി അരിഞ്ഞത്. തക്കാളി എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ കുറച്ച് മല്ലിയില, അത് ഇട്ട് കൊടുക്കുക. 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി, ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി, 1/2 സ്പൂണ് ഗരം മസാല പൊടി. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ പുളി കിട്ടാൻ വേണ്ടിയിട്ട് 1 നാരങ്ങ പിഴിഞ്ഞ് അതിന്റെ നീരെടുക്കുക. കുരുവൊക്കെ കളഞ്ഞിട്ടുണ്ട് നാരങ്ങ കട്ട് ചെയ്തിട്ട്. അപ്പൊ നാരങ്ങ നീരൊക്കെ ഇതിൽ നന്നായി ഒഴിച്ചിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതില് ചാറ്റ് മസാല ഇട്ടിട്ടില്ല. ചാറ്റ് മസാല വീട്ടിലുണ്ട് പറഞ്ഞിട്ട് ഞാൻ കടയിൽ നിന്ന് മേടിക്കാൻ വിട്ടുപോയി. അപ്പോ ഉള്ളവർക്ക് അത് ഇടാം, ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചാറ്റ് മസാല ഇട്ട് കഴിഞ്ഞാൽ ഇതിനെക്കാട്ടി ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. കുഴപ്പമൊന്നുമില്ല, ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പൊ ഞാന് നന്നായിട്ടെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതില് ഉപ്പ് കടലയുടെ കൂടെ അല്ലേ വേവിച്ച് ഇട്ടത്. അപ്പൊ ഈ തക്കാളിയൊക്കെ ഇട്ട കാരണം കൊണ്ട് ചിലപ്പോൾ ഉപ്പ് കുറവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ചു നോക്കട്ടെ. അപ്പൊ ഉപ്പ് കുറവുണ്ട് കേട്ടോ, അപ്പൊ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നിലക്കടല ചാറ്റ് മസാല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പൊ ഒരെണ്ണം എടുത്ത് കഴിച്ചു നോക്കട്ടെ. ഉപ്പ് പോരാണ്ട് ഉപ്പെല്ലാം ചേർത്ത് എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ആ പുളിയൊക്കെ നാരങ്ങയുടെ അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാം, അടിപൊളിയാണ്.